ഫുക്രി റിവ്യൂ. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബഹുഭാഷാ സംവിധായകൻ, മലയാളികളുടെ സ്വന്തം സംവിധായകൻ സിദ്ദിഖ് രചനയും സംവിധാനവും നിർവഹിച്ച ഫുക്രി ഫെബ്രുവരി 3 തന്നെ തിയേറ്ററുകളിൽ എത്തി. ഹാസ്യത്തിന്റെ പശ്ചാത്തലത്തിൽ കുടുംബ ബന്ധങ്ങളുടെയും പ്രണയബന്ധങ്ങളുടെയും കഥ ഹൃദയത്തിൽ തട്ടുന്ന വിധം അവതരിപ്പിച്ചിരിക്കുകയാണ് ഫുക്രി എന്ന സിനിമയിലൂടെ സിദ്ദിഖ് എന്ന സംവിധായകൻ. കിങ് ലെയറിനു ശേഷം സിദ്ദിഖ് രചന നിർവഹിക്കുന്ന ഫുക്രിയിൽ എഞ്ചിനീയറിംഗ് പാസ്സാകാതെ ഉഴപ്പി നടന്ന് ചില തരികിട നമ്പറുകൾ കാട്ടി പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന അനാഥനായ ലക്കിയിലൂടെയാണ് ഫുക്രിയുടെ കഥ വികസിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് അലസനായി നടക്കുന്നതിനിടയിലാണ് നഗരത്തിൽ പഠിക്കാനെത്തുന്ന 2 മുസ്ലിം പെൺകുട്ടികളെ ലക്കി പരിചയപ്പെടുന്നത്. ഈ പെൺകുട്ടികൾ ഫുക്രി തറവാട്ടിലെ അംഗങ്ങളാണ്. ഫുക്രി തറവാട്ടിലെ കാരണവർ സുലൈമാൻ ഫുക്രിയാണ്. ഈ പെൺകുട്ടികളുടെ ആവശ്യപ്രകാരം ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് ഫുക്രി തറവാട്ടിൽ എത്തിച്ചേരുന്ന ലക്കിയും കൂട്ടരും മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. തുടർന്ന് ലക്കിക്കും കൂട്ടുകാർക്കും മറ്റൊരു ഉദ്യമം കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഫുക്രി എന്ന സിനിമയുടെ സസ്പെൻസ് ആണ്. ജയസൂര്യ ലക്കിയെയും നടൻ സിദ്ദിഖ് സുലൈമാൻ ഫുക്രിയെയും ലാൽ അലി ഫുക്രിയെയും അവതരിപ്പിക്കുന്നു. പ്രയാഗ മാർട്ടിനും അനു സിത്താരയുമാണ് നായികമാർ. എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. റഫീഖ് അഹമ്മദിന്റെയും ഹരിനാരായണന്റെയും വരികൾക്ക് വിശ്വജിത്തും ഡോക്ടർ സുദീപ് ഇളയിടവും ഒരുക്കിയ ഗാനങ്ങൾ മികച്ച ശ്രവ്യാനുഭൂതി തരുന്നു. ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതം ഗംഭീരമായിട്ടുണ്ട്. വിജയ് ഉലങ്ങനാഥിന്റെ ക്യാമറ മികച്ചതാണ്. എല്ലാ തലത്തിലും സംവിധായകൻ സിദ്ദിഖിന്റെ കയ്യൊപ്പുള്ള ഒരു മികച്ച കുടുംബ ചിത്രമാണ് ഫുക്രി. മുഴുനീള സസ്പെൻസ് ചിത്രമായതിനാൽ ഫുക്രി നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിലയിരുത്തണം.